സംസാരം വൈകുന്ന എല്ലാ കുട്ടികൾക്കും ഓട്ടിസം അല്ല. എല്ലാ പാരന്റ്സും അവരുടെ കുട്ടികളെ പറ്റിയിട്ട് കൺസേൺഡ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു സംസാരത്തിൽ ഡിലേ വരികയാണെങ്കിലൊക്കെ അവർ ചെയ്യുന്നത് ആദ്യം മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാണ്. ചിലപ്പോൾ അവരൊരു ഓട്ടിസം ഉള്ള കുട്ടിയെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടിയെ വെച്ചിട്ട് സ്വന്തം കുഞ്ഞിനെ ഒന്ന് താരതമ്യപ്പെടുത്തും. ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടത് വെച്ചിട്ട് അവരൊന്ന് അതിനെപ്പറ്റി തിങ്ക് ചെയ്യും. ഈ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് പലതരത്തിലുണ്ട്. ഓരോ കുട്ടികൾക്കും വരുന്നത് പല വ്യത്യസ്ത രീതിയിലുള്ളതായിരിക്കാം. ഇപ്പം ചില കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറയുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അവരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അവർക്ക് അത് ഫോളോ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ സ്പീച്ച് ഔട്ട്പുട്ട് കുറവായിരിക്കും. എന്നാൽ ചില കുട്ടികളാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പറയുന്നതിലും ഡിലേ ഉണ്ടാവും. അതായത് സ്പീച്ച് കോംപ്രഹെൻഷനും എക്സ്പ്രഷനിലും ഡിലേ കാണും. ഇനി ഓട്ടിസത്തിലാണെങ്കിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ മാത്രമല്ല ഉള്ളത്. ഓട്ടിസം എന്ന് പറയുന്ന ഒരു സ്പെക്ട്രം ഓഫ് ഡിസോർഡർ ആണ്. അതിൽ ഡിലേ അല്ലാണ്ട് മറ്റു കുറെ കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളൊരു പ്രൊഫഷണൽ ആ കുഞ്ഞിനെ എന്താണ് ഡിസോർഡർ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞിന് ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്വന്തമായിട്ട് കുഞ്ഞിനെ ഡയഗ്നോസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് വെച്ചിട്ട് കുഞ്ഞിനെ ഡയഗ്നോസ് ചെയ്യല്ല വേണ്ടത്. തീർച്ചയായും നിങ്ങളൊരു പ്രൊഫഷണലിന്റെ സഹായത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്തിയിട്ട് അറ്റ് ദ ഏർലിയസ്റ്റ് ഇതിന്റെ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും സ്വന്തമായിട്ട് കുഞ്ഞിനെ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യും നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഇല്ലാതാക്കുകയും ചെയ്യരുത്. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, കുറെ പേര് ഇങ്ങനെ അവരുടെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അവരുടെ കൺസേൺസ് അറിയിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ആദ്യം കുഞ്ഞിന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അടുത്ത് അവർ ചോദിക്കുന്നത് കുഞ്ഞിന് ഓട്ടിസം ഒന്നും അല്ലല്ലോ. അതാണ് അവരുടെ മെയിൻ അറിയാനുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഡിലേയോ അല്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് കുഞ്ഞിന് സംസാരം ഭാഷ ഇല്ല എന്നുള്ളത് തോന്നുകയോ മറ്റെന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക.